ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഹാപ്പി സൺഡേ എല്ലാവർക്കും. ഇന്ന് വീട്ടിലാണുള്ളത്. അടിപിടി ഇടിനാശം വെള്ളപ്പൊക്കം ഒന്നും ആരും ഉണ്ടാക്കരുത്. ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെന്ന് വിചാരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. താങ്ക് യു സോ മച്ച് എന്ന് യൂണിവേഴ്സിനോട് പറയണം. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം. വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് എനർജി എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്തെല്ലാം എനർജീസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചേഞ്ചാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു അട്ടർ ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ പാറ്റേൺ ഓഫ് ലിവിങ്, നിങ്ങളുടെ സ്റ്റേറ്റസ് ഓഫ് ലിവിങ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ലുക്ക് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇതൊരു ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ക്ലിയറൻസ് ആണ്. പാസ്റ്റ് ലൈഫിലെ കുറേ ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പഴയ ജന്മത്തിൽ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹീലാവുകയാണ്, അത് ക്ലിയർ ആവുകയാണ്. അത് നിങ്ങൾ ഈ ജന്മത്തിൽ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്ത പാഠങ്ങൾ പഠിപ്പിക്കുക. അവിടെ ഒരു റിജുവനേഷൻ ഉണ്ടാവുക, നിങ്ങളൊരു പുതിയ മാറ്റം ഉണ്ടാവുക. ആ ഒരു മാറ്റമാണ് ഈ പറഞ്ഞ ചേഞ്ച് എന്ന കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും വിസിബിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലുക്ക് തന്നെ ശരിക്കും മാറിയിട്ടുണ്ടാവും. നിങ്ങൾ നേരത്തെ ഉള്ളൊരു ലുക്കേ ആയിരിക്കത്തില്ല. അതുപോലെ നിങ്ങളുടെ പ്രൊഫഷൻ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. വളരെ സ്മൂത്തായിട്ട് വേറൊരു പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫായിരിക്കും നിങ്ങളുടെ. അത് മൊത്തത്തിലൊരു തകിടം മറിഞ്ഞിട്ട് ഒരു സ്റ്റക്ക്നെസ്സിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റക്ക്നെസ്സിലാണ് ശരിക്കും നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു മാറ്റത്തിൻ്റെ ദിവസമാണ് ഇന്ന്. മൊത്തത്തിൽ നിങ്ങൾ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വേറൊരു രീതിയിലേക്ക് മാറ്റുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾ മാറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള പെർസെപ്ഷനും അവരോടുള്ള പെരുമാറ്റവും മാറ്റം വരുന്നുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഒരു ചേഞ്ചിൻ്റെ ദിവസമാണ്. ഇതൊരു ഭാഗ്യത്തിൻ്റെ ദിവസം കൂടിയാണ്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയോ ചിട്ടി അടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് ഇരുന്നാലാണ് നമ്മളിലേക്ക് മണി എനർജി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചിട്ടി അടിക്കും ലോട്ടറി അടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനി എങ്ങാനും അടിച്ചില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അടിക്കത്തേയില്ല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുതന്നെയാണ് ബൈബിളിലൊക്കെ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ചേഞ്ച് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ദെൻ ലെറ്റിംഗ് ഗോ ആണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ഇത് രണ്ടും ചേർത്ത് വായിച്ച് വയ്ക്കേ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കളയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ മാറ്റം വരും. ഇത് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നതേ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ തൊട്ട് നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പഴയ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങളിങ്ങനെ വെറുതെ വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതെല്ലാം പെറുക്കി കെട്ടി മാറ്റണം. എന്നാൽ മാത്രമാണ് പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുത്ത് നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയതിനെയെല്ലാം, വേണ്ടാത്തതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഗോ ചെയ്യണം. അതിൻ്റെ എല്ലാ സ്ഥാനത്തേക്കും നമ്മൾ വളരെ പുതിയ ആശയങ്ങളും വളരെ പുതിയ നന്മയുള്ള ചിന്തകളും വളരെ പുതിയ പോസിറ്റിവിറ്റിയും നമ്മൾ കൊണ്ടുവന്ന് നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വിട്ട് കളയുന്നു എന്നാണ് പറയുന്നത്. ചില ആളുകളെ നിങ്ങൾ പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഇനി ഒരിക്കലും പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു. ചില ജോലി നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര ഹെക്റ്റിക് ആണെങ്കിൽ ആ ജോലിയെ വേണ്ടെന്ന് നിങ്ങൾ വെക്കുന്ന ഒരു ദിവസമാണ് ഇത്. ഓക്കെ, ലെറ്റിംഗ് ഗോ ആണ്. അതിനൊക്കെ വേണ്ടെന്ന് വെക്കുക, വിട്ടയക്കുക. ചില മനുഷ്യരോട് മിണ്ടാൻ ഇഷ്ടമല്ല, അവരെ പൂർണ്ണമായും കണ്ടാൽ അവോയ്ഡ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്, അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കണ്ടാൽ അവരെ കണ്ടില്ലെന്ന് അടിച്ച് പോയാൽ മതി. അവരടുത്ത് പോയാൽ നിങ്ങൾക്കറിയാം അവരെന്തെങ്കിലുമൊക്കെ കുറ്റം പറയും, മനസ്സിൽ വേദനിപ്പിക്കും എന്നറിയാമെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണ്ട, കണ്ടില്ല എന്നടിച്ചാൽ മതി. കണ്ടിട്ട് മിണ്ടില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനെയും ആവശ്യമില്ലാത്തതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് പൊളിറ്റിക്സാണ്. ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്ക് എന്ന് പറയത്തില്ലേ, അതാണ് കണ്ണറക്ക് അല്ല കഴുത്തറക്ക്, അതാണ് ഈ പൊളിറ്റിക്സ്. ഓക്കെ, നമ്മുടെ മുമ്പിൽ വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ചില മനുഷ്യർ
നമ്മളെ മാറി നിന്നിട്ട് നമ്മളെ പുച്ഛിക്കുക, നമ്മളെക്കുറിച്ച് കുറ്റം പറയുക, അതുപോലെ നമ്മളെ കാണുമ്പോൾ അയ്യോ മോളെ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് മാറി അതിന് കണ്ണേർ എന്ന് പറയത്തില്ലേ, അതിനെ അയ്യോ അവളുടെ ഒരു പത്രാസ് എന്നൊക്കെ പറയുക. അതുപോലെ അവരതിനെ കണ്ണു വയ്ക്കുക. അപ്പോൾ കണ്ണേർ പറ്റുക എന്നൊക്കെ പറയത്തില്ലേ. നമ്മളിത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ എനർജി വാമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ നമ്മുടെ എനർജി ഫുള്ള് സ്ക്വീസ് ഔട്ട് ചെയ്യും. അവരത് മൊത്തം സക്ക് ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുന്ന നമ്മൾ വെറും ചണ്ടിയായിരിക്കും. അതായത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനും നിൽക്കാനും പറ്റില്ല, കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്തി വലിഞ്ഞ് എങ്ങനെയും കട്ടിലിൽ കയറി കിടന്ന് അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വന്നിട്ട് ഷിവർ ചെയ്തിട്ട് ഡ്രിപ്പ് ഇടാൻ വേണ്ടി എന്നെ കെട്ടിയിട്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്യാതറിങ്ങിൽ നന്നായിട്ട് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ണേറ് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്കും അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം എന്നാണ്. ഇന്നേ ദിവസം നിങ്ങൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റും പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളാണുള്ളത്. നിങ്ങൾ കാണുന്ന ഒന്നുമല്ല ആളുകളുടെ മുഖം. അവർ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുമെങ്കിലും പിന്നിൽ നിന്ന് നിങ്ങളുടെ ഗോസിപ്പ് പറയുകയും നിങ്ങൾക്ക് മോശമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകാനും സാധ്യതയുണ്ട്. അതാണ് പൊളിറ്റിക്സ്. ഇത് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡ്യുവൽ ഫേസുമാണ്. ചിരിച്ചു കാണിക്കുന്ന മുഖമല്ല, ഇത് നല്ലൊരു മുഖം ചിരിച്ചിരിക്കും. പക്ഷെ അപ്പുറത്തെ മുഖം കണ്ടോ, പുച്ഛിക്കുന്ന കോണ്ടംപ്റ്റ് ചെയ്യുന്നൊരു മുഖമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ മൈസറാണ്. പണം ചെലവഴിക്കാൻ എന്ന് ഭയങ്കര മടിയായിരിക്കും. പിശുക്കി വെക്കും. പക്ഷെ അപ്പുറത്തൂടെ പൈസ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ചിലയിടങ്ങളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, പിടിച്ച് ചിലവാക്കുകയും എന്നാൽ അപ്പുറത്ത് നമ്മളറിയാതെ പണം നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളിച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് പൈസ കൈകാര്യം ചെയ്യണം. കുഞ്ഞു കാര്യങ്ങളെ നിങ്ങൾ വില നോക്കി എടുക്കുകയും വലിയ കാര്യങ്ങൾ വില നോക്കാതെ നിങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് മൈസർ എന്ന് പറയുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹമാണെങ്കിലും ഇന്ന് വളരെ പിശുക്കായിരിക്കും. മറ്റുള്ളവരോട് കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം കാണിക്കാൻ ഭയങ്കര പിശുക്ക് തോന്നുന്ന ദിവസമാണ്. ഇവിടെ ലെറ്റിംഗ് ഗോയും ഉണ്ടല്ലോ. അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ ഭയങ്കര ഒരു മടി ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരു മൈസറാണ്, ഒരു പിശുക്കനാണ്, എല്ലാ രീതിയിലും പിശുക്കനാണ്. എല്ലാവരോടും മിണ്ടാൻ മടി, എന്തെങ്കിലും പറയാൻ മടി, സ്നേഹം കാണിക്കാൻ മടി, പണം ചിലവാക്കാൻ മടി, മൊത്തത്തിലൊരു പിശുക്ക്. അതാണ് മൈസർ. ഓർഡർനെസ് ആണ്. ഇത് ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. ഇന്ന് ശരിക്കും വീട്ടിലിരിക്കുന്ന ദിവസമാണ്. നല്ല ജോലി എടുക്കേണ്ടി വരും. ഒരേ ജോലി തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യും. ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയമാണെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ രാവിലെ തന്നെ തീരും. പക്ഷേ വൈകുന്നേരമായാലും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ പണി തീരത്തില്ല. അതും ചെയ്ത ജോലികൾ തന്നെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഓർഡർനെസ് പറയുന്നത്. റിപ്പീറ്റഡ്ലി ഒരേ കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൽ മാസ്റ്റേഴ്സ് ആവും. അപ്പോൾ നമുക്കതിലൊരു പെർഫെക്ഷനും ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓവർ ടൈം ചെയ്ത് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും, കൂടുതൽ പണം സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇത് നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. എന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലികൾ ചെയ്യേണ്ടി വരും. കൂടുതൽ പണമൊക്കെ കിട്ടും, പക്ഷേ ജോലി ഒരുപാട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ സ്കില്ല് മാസ്റ്റർ ആവുമെന്ന് പറയുന്നുണ്ട്. പണം സമ്പാദിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുക്കി ഓർഡറിലാക്കി വെക്കുക, കാര്യങ്ങളൊക്കെ ഓർഡറിലാക്കി വെക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടേണിങ് ഇന്നാണ്. ഇതെന്ന് പറയുന്നത് ഇത് നമ്മളിലേക്ക് തന്നെ നോക്കുന്നതാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയായിരുന്നോ, ഒരു ആത്മപരിശോധന നടത്തുവാണ്. നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളെ തന്നെ ആത്മപരിശോധന നടത്തുക, നമ്മുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക, നമ്മുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ നോക്കുക, അതിനെ വിലയിരുത്തുക. ഇതൊക്കെയാണ് ടേണിങ് ഇന്നിനെ കുറിച്ച് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ജോലികളെക്കുറിച്ചൊക്കെ നമുക്ക് മടുപ്പ്, ചില കാര്യങ്ങൾ ചെയ്ത് നമുക്കങ്ങ് മടുക്കുമ്പോൾ നമ്മൾ ഓർക്കും, പക്ഷേ എന്നത്തിന് ഇത് ചെയ്തതാ, അല്ലെങ്കിൽ ഇത് എന്ന കാര്യത്തിന് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നും. അപ്പോൾ നമ്മൾ മടുത്തിട്ട് പിന്മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ, മടുത്തിട്ട് പിന്മാറുക, ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പിന്മാറുക. അപ്പോൾ ഒരേ ജോലി ആവർത്തിച്ച് ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെ ചെയ്തിട്ട് അവസാനം മടുത്തിട്ട് ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ് ഈ ടേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കും, പാത്രം കഴുകുന്നത് മടുത്തിട്ട് ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ തുണി കഴുകുന്നത് ഇട്ടിട്ട് പോകും എന്നുള്ളതല്ല, നമ്മൾ ചെയ്തു വന്ന എന്തോ ഒരു പ്രവൃത്തിയിൽ എന്തോ ഒരു തെറ്റ് പറ്റി നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര പെയിൻ ഇപ്പോൾ അനുഭവിക്കുന്നത്.
പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങളിന്ന് ആത്മപരിശോധന ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ സമയം ആലോചിക്കുക, എന്നിട്ട് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് ആലോചിക്കുക. അതിൽ ഞാൻ ശരിക്കും നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ നിങ്ങളിന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസമാണെന്നാണ് ടേണിംഗ് എന്ന് പറയുന്നത്. ദെൻ കണ്ടീഷനിങ് ആണ്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചിന്ത. നിങ്ങളിങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചില മനുഷ്യരോട് വല്ലാത്ത വൈരാഗ്യം തോന്നും, ചില മനുഷ്യരോട് കൊല്ലാനുള്ള ദേഷ്യം വരും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുമെങ്കിലും നിങ്ങൾ ആ അവസ്ഥയോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊരുത്തപ്പെടലാണ് ഈ കണ്ടീഷനിങ് എന്ന കാര്യം പറയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ, ഇപ്പോൾ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക. ആ ബന്ധത്തിനകത്ത് നിങ്ങളുടെ ആ ബന്ധത്തിനൊരു സ്മൂത്ത്നെസ് ഇല്ല. ആ സ്മൂത്ത്നെസ് ഇല്ലായ്മയ്ക്ക് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ദുശ്ശീലങ്ങളായിരിക്കാം. അയാൾ ചിലപ്പോൾ മദ്യപിക്കുന്ന ആളായിരിക്കാം, ആണായാലും പെണ്ണായാലും കേട്ടോ, മദ്യപിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുശ്ശീലം, ചിലപ്പോൾ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പേഴ്സണൽ സ്പേസ് ഇല്ല, നിങ്ങൾക്കിടയിൽ നല്ല നല്ല സമയങ്ങൾ ഉണ്ടാവുന്നില്ല, സംസാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ നിയന്ത്രിക്കുന്നത് മറ്റെന്തോ ഒരു ശക്തിയാണ്. മേ ബി അത് ഈ പറഞ്ഞ ദുശ്ശീലങ്ങളായിരിക്കാം, ചിലപ്പോൾ മറ്റ് വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിയന്ത്രിക്കുന്ന മറ്റ് വ്യക്തികളായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് കടുത്ത ദേഷ്യം തോന്നുക, വൈരാഗ്യം തോന്നുക, ആരാണോ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ സാഹചര്യങ്ങളെ മോശമാക്കുന്ന അവരോട് ഭയങ്കര ദേഷ്യം തോന്നുന്നൊരു ദിവസമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഈ പറഞ്ഞ മദ്യപിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിനോടൊരു ഇൻടോക്സിക്കേഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോട് അതിലൊരു അഡിക്ഷൻ തോന്നാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. നമുക്കത് നല്ലതിനല്ല, നമുക്കത് മോശം അനുഭവങ്ങൾ ഇന്ന ദിവസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദെൻ കമ്പാരിസൺ ആണ്. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, ഫോണിൽ കൂടെ ആയിരിക്കാം, നേരിൽ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഒത്തുകൂടലിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആളുകളെ നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുക. അയ്യോ ഇവർക്ക് എന്തിതാ എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മൾ എന്ന് പറയുന്ന സോള് ഏറ്റവും ഉയർന്നതാണ്. അത് ഇപ്പോൾ ഒരു താഴ്ന്ന എനർജിയിലാണുള്ളതെങ്കിൽ ഞാനതിനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തും എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള എനർജികളുമായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളെയും മറ്റുള്ളവർ താരതമ്യം ചെയ്താൽ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം. നിങ്ങളാണ് ഏറ്റവും നല്ലതെന്നാണ് നിങ്ങളെപ്പോഴും പറയേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെയോ നിങ്ങളുടെ ശരീരത്തെയോ താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. നിങ്ങളുടെ ശരീരം ഇരിക്കുന്നത്, നിങ്ങളുടെ സോൾ ഇരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് ശരീരത്തിനെ ഒരിക്കലും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്തോ ഒന്നും സംസാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സോളിനിരിക്കാനുള്ള ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും സുന്ദരമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡിയെയോ ഒന്നും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നേ ദിവസം കമ്പാരിസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര തടിയാണല്ലോ, നീ എപ്പോഴും മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ അവർ പഠിച്ചത് അവർ പാടുന്നതേ ഉള്ളൂ. അവർ പാടിക്കോട്ടെ, നമ്മളതിൽ മൈൻഡ് ചെയ്യേണ്ട, വേദനിക്കേണ്ട ആവശ്യമില്ല. നമ്മളും ആരെയും ബോഡി ഷെയിം ചെയ്യാനോ കമ്പയർ ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ലവേഴ്സാണ്. ഫിസിക്കൽ താല്പര്യങ്ങൾ, സെക്ഷൽ താല്പര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ലവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. വളരെ സ്നേഹം തോന്നുക, വളരെ ഒരു നമ്മൾ യുണീക്കാണ്, നമ്മൾ ഏറ്റവും യുണീക്കാണ്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അതാണ് ഈ ലവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇതിവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോട് ഭയങ്കരമായ സ്നേഹം തോന്നുക, മിസ് ചെയ്യുക, സംസാരിക്കുന്നുണ്ടെങ്കിലും ഇനിയും സംസാരിക്കണം തോന്നുക. ആ ഒരു എനർജിയാണ് ലവേഴ്സിൻ്റെ എനർജി. വളരെ സ്നേഹം തോന്നും, അതുപോലെ തന്നെ വളരെ സെക്ഷൽ അട്രാക്ഷൻ തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് കൺട്രോളാണ്. ഇത് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കും, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ
അതിനെ വീട്ടിലുള്ള മറ്റുള്ളവർ വെട്ടും. നമ്മളിപ്പോൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ വീട്ടിലുള്ളവർ ചോദിക്കും അതെന്താ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്താ വീട്ടിലുള്ളത് കഴിച്ചാൽ പോരെ, ഒരു ഡ്രസ്സ് എടുക്കാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ വാങ്ങിച്ചു ഇനി എന്തിനാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നും. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരിക. അതൊക്കെയാണ് ഈ കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാർഡ് പറയുന്നത്. ഒരു വഴക്കാളി ടൈപ്പ് ആയിരിക്കും ഇന്ന്. ഒരു വഴക്കും ഭയങ്കരമായിട്ട് പ്രതികരിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഇന്നേ ദിവസം കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഒരു പവറൊക്കെ നിങ്ങളോട് കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കാൻ പാടില്ല. അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഇമോഷണൽ ആയിരിക്കാൻ പാടില്ല. ഇന്ന് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തലച്ചോറ് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമായിരിക്കണം. വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. നമ്മുടെ നാക്ക് ഉളുക്കി അല്ലെങ്കിൽ നാക്ക് പിഴ കൊണ്ട് ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ പറയുന്നതിൽ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ട് ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. സംസാരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായും പൂർണ്ണമായും ധാരണ ഉണ്ടായിരിക്കുക. അതാണ് കൺട്രോൾ പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർ അവരുടെ അധികാരം കാണിക്കാൻ സാധ്യതയുണ്ട്. നമുക്കും ഇന്ന് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ഒരു തോന്നൽ, ഒരു ടോക്സിസിറ്റി ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്നത് സപ്രഷനാണ്. ഇത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഒരു വല്ലാത്ത പെയിനാണ്. പഴയതാണ്, മുമ്പുണ്ടായിരുന്ന പെയിനാണ്, നമ്മൾ വീണ് പോയ സമയത്തെ പെയിനാണ്. പക്ഷേ ആ പെയിന് നമുക്ക് വല്ലാതെ ഇന്ന് നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് ഇന്നേ ദിവസവും അതേ പെയിൻ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വീണ്ടും അതിനെ എടുത്ത് വേദനിക്കുകയോ ചെയ്യും. പഴയ കാര്യത്തെ ഓർത്ത് വേദനിക്കും. ചിലപ്പോൾ ഇന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് പെയിൻ തോന്നാൻ സാധ്യതയുണ്ട്. അതായത് അവരെന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നൂലേ. ചില മനുഷ്യർ നമ്മളൊരിക്കലും ആ മനുഷ്യരങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്നില്ല. അവർ പറഞ്ഞു എന്നുള്ളതല്ല, അവർ പറഞ്ഞു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവരെന്തോ പറഞ്ഞു എന്നുള്ളതല്ല, ആ പറഞ്ഞത് അവരായതാണ് നമ്മുടെ പ്രശ്നം. കാരണം ഒരിക്കലും നമ്മൾ ആ ആളുകളിൽ നിന്ന് അങ്ങനെയുള്ള കമൻസ് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവരത് പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ബാക്ക് സ്റ്റാബിങ് കിട്ടാൻ സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചന കാണിക്കുക, നമ്മളെ പിന്നിൽ നിന്ന് കുത്തുക. പിന്നെ ചിലപ്പോൾ ചിലർ ജോലി ഇന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ജോലി വേണ്ടെന്ന് വെച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയ ഓർഡറുകളൊക്കെ വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന എനർജി ആയിരിക്കും, എന്നാൽ പോലും നിങ്ങളത് ചില കാരണങ്ങൾ കൊണ്ട് വേദന ഉണ്ടാകുന്നത് കൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി, നമ്മുടെ വേദനയെ നമ്മൾ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യുന്നൊരു എനർജിയാണ്. വേദനയെ നമ്മൾ കടിച്ചമർത്തി ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു എനർജിയാണ് ഈ സപ്രഷൻ. കുറച്ച് പെയിൻ ഉണ്ടാവുമെന്ന് സാരമില്ല, ആ പെയിനാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത്. അതിൽ നിന്നോട് മാത്രമേ നമുക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക. ഈ സപ്രഷൻ്റെ കാർഡേ പെയിൻ സപ്രസ് ചെയ്യാനും കൂടാണ്. അപ്പം സർജറിയൊക്കെ ചെയ്യേണ്ടി വരിക, മുറിയുക, പൊള്ളലേൽക്കുക, വീഴുക, ആക്സിഡൻറ്റ് പറ്റുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം ഒന്ന് സൂക്ഷിക്കണം. യാത്രകളൊക്കെ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കണം. ഓക്കെ, ഇത് പക്ഷേ പ്രത്യേകിച്ച് പെൻഡക്കിൾസിൻ്റെ എനർജി ഒന്നും വന്നില്ല. ഇത് ഓർഡർനെസ് പെൻഡക്കിൾസ് കിട്ടും, പണം കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരേ വർക്ക് ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യും, നമുക്ക് പണം കിട്ടും. ഇവിടെ ഭാഗ്യമുണ്ടാവും, ചിട്ടി കിട്ടും, ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പണം കിട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഈ മൈസറിൻ്റെ അവിടെ പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. പൈസ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പിടിക്കുകയും വലിയ കാര്യങ്ങളിൽ കൈയഴിഞ്ഞ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കവിടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അത് സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? ഒന്ന്, അൺലൈക്ക്ലി, സാധ്യതയില്ല എന്നാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത് സാധിക്കും എന്നായിരിക്കും, പക്ഷെ അത് സാധിക്കാൻ സാധ്യത കുറവാണെന്നാണ് കേട്ടോ. രണ്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് കാണുന്നുണ്ട്. ദെൻ ഫോർഗീവ്നെസ്, ആരോടൊക്കെയോ നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഫോർഗീവ്നെസ് കൊടുക്കുക, അപ്പോഴാണ് നിങ്ങൾക്കും ഹീലിംഗ് വരിക. അപ്പോൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക ചിലരോടൊക്കെ.
ആരുടെയൊക്കെയോ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനുണ്ട്. ലെറ്റ് ഗോ ചെയ്യുന്ന പറഞ്ഞാൽ തന്നെ ഫൊർഗീവ് ചെയ്യാമെന്നാണ് കേട്ടോ. അവരെ ഫൊർഗീവ് ചെയ്ത് വിട്ടയക്കുക എന്നാണ്. പിന്നെ നിങ്ങളുടെ ഈ കാര്യം ഉണ്ടല്ലോ, സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ സംഭവിക്കും. നിങ്ങൾ എത്രത്തോളം അതിൽ വിശ്വസിക്കുന്നു അത്രത്തോളം അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. അവിശ്വാസമാണെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, ഇതാണ് ഇന്നത്തെ എനർജി മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇന്ന ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നല്ലതിനെ വെൽക്കം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള എനർജീസ് ക്ലെയിം ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക. മോശമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കുമോ എന്ന് പേടിക്കരുത്, അത് അട്രാക്റ്റ് ചെയ്തെടുക്കരുത്. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ കേട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.